എടാ ജയ്സ, എടാ രാഹുല് നീയാ? നീ വന്നല്? എടാ ഇത് എവിടെയാടാ? എത്ര നാളായടാ കണ്ടിട്ട്? അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഇപ്പൊ ഞാൻ പറഞ്ഞത് നീ കേക്ക്. നീ ഇപ്പൊ തന്നെ ഇവിടുന്ന് പോയിക്കോ, അല്ലെങ്കിൽ ഇത് വലിയ പ്രശ്നമാവും. എന്ത് പ്രശ്നം? എടാ നീ ഇവിടെ വന്നത് എന്തിനാണെന്നും നിന്റെ രാത്രിയിലെ പ്ലാനിങ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ വന്നേക്കണം. അത് നിനക്കെങ്ങനെ അറിയാം? നീ സ്നേഹിക്കുന്ന പെണ്ണില്ലേ, അവക്കടെ അപ്പം തന്നെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു വിട്ടു. എന്തിന്? നിന്നെ കൊല്ലാൻ. ഇത് അയാളെ നിൽക്കണ കൊട്ടേഷനാണ്. ഈ കാര്യം അവൾക്കും എനിക്കും അല്ലാണ്ട് വേറൊരാൾക്കും അറിയാൻ പാടില്ല. നിങ്ങ ഇതെങ്ങനെ? എടാ അവക്കടെ ഫോൺ അയാള് ഹാക്ക് ചെയ്തിട്ടുണ്ട്. അതുവഴിയായിട്ടാണ് ഈ എല്ലാ കാര്യങ്ങളും അയാൾ അറിയണം. എടാ അതുമല്ല, അയാൾ ഇവിടുത്തെ വലിയ പുള്ളിയാണ്. ഈ ഏരിയ മൊത്തം അയാക്കടെ കൺട്രോളിലാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഇവിടെ തന്നെ പോയിക്കോ. ഇല്ല, ഞാൻ അവളെ കൊണ്ട് പോളൂ. അതെന്തൊക്കെ സംഭവിച്ചാലും. നീ നിന്നെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി തരാനാടാ? എനിക്ക് അവളെ മറക്കാനും പിരിയാനും കഴിയില്ല. അവളില്ലാണ്ട് ഞാൻ ഇവിടുന്ന് പോകുകയുമില്ല. അപ്പൊ പിന്നെ ഞാനാരാടാ? ഇത്രയും വർഷം വരെ അവളെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഞാനാരാടാ? എന്റെ ഇഷ്ടം ഞാൻ ഇതുവരെ അവളോട് തുറന്ന് പറഞ്ഞിട്ടില്ല. ഒരു തന്നെ പള്ളക്ക് കത്തി കുത്താൻ പറഞ്ഞാൽ കുത്തും, അതിലെന്റെ കൈ വറക്കൂല. പക്ഷെ അവക്കടെ മുഖത്ത് നോക്കി ഇഷ്ടമാണെന്ന് പറയാൻ ഒരു തരം പേടിയാണ്. എന്നെ സ്നേഹം നിഷേധിക്കുമെന്നുള്ളൊരു പേടിയാണ്, ഒരു തരം വിറവലാണ്. എന്റെ ഇഷ്ടത്തിന് എതിരെ നിൽക്കുന്നത് ആരായാലും, അതിപ്പോ അവക്കടെ തന്തയായാലും, അയാളെ ഞാൻ കൊല്ലും. നിനക്ക് അവളെ മറക്കാനും പിരിയാനും പറ്റാത്ത സ്ഥിതിക്ക് നീ ഭൂമിയിൽ വേണ്ട. നിന്റെ ഇഷ്ടം പറഞ്ഞതിലും അറിയിച്ചതിലും നമുക്ക് സന്തോഷമുണ്ടാ. ഞങ്ങൾ ആശാന്റെ കാവൽപ്പെട്ടികളാണ്, നന്ദിയുള്ള കാവൽപ്പെട്ടികൾ.